To profession learning, നമുക്കിന്ന് എക്സ്ട്രാ ഒക്യുലർ മസിൽസിൻ്റെ അനാറ്റമിക്കൽ ഏരിയ എന്ന് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന MCQs ഡിസ്കസ് ചെയ്യാം. ഒരു 8 questions ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആക്ഷൻ ഓഫ് medial rectus? We have here options: abduction, adduction, depression, and elevation. Medial rectus and lateral rectus muscles are horizontal rectus muscles. അതായത് ഹൊറിസോണ്ടലി മാത്രമേ മീഡിയൽ റെക്ടസിനും ലാറ്ററൽ റെക്ടസിനും മൂവ്മെന്റ് ഉള്ളൂ. മീഡിയൽ റെക്ടസിന്റെ മൂവ്മെന്റ് ടുവേർഡ്സ് ദ നോസ് അല്ലെങ്കിൽ ഇൻവേർഡ് മൂവ്മെന്റ് ആയിരിക്കും. ലാറ്ററൽ റെക്ടസ് അതായത് അഡക്ഷൻ, ലാറ്ററൽ റെക്ടസ് ടുവേർഡ്സ് ദ ടെമ്പറൽ സൈഡ് ആയിരിക്കും മൂവ്മെന്റ് അബ്ഡക്ഷൻ. അപ്പോൾ ആക്ഷൻ ഓഫ് മീഡിയൽ റെക്ടസ് വിൽ ബി adduction. So the answer is B. Okay. Then second question, inferior rectus originate from dash. We have options here: trachea, annulus of Zinn, sphenoid bone, and maxillary bone. എല്ലാ റെക്ടസ് മസിൽസും, അതായത് 4 റെക്ടസ് മസിൽസ് ആണുള്ളത്: മീഡിയൽ, ലാറ്ററൽ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ. ഈ 4 റെക്ടസ് മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓർബിറ്റിന്റെ എപ്പെക്സിന് നിയർ ആയിട്ടുള്ള ഒരു കോമൺ ടെൻഡിനസ് റിംഗ് എന്നായിരിക്കും, അതായത് അനലസ് ഓഫ് സിൻ. അനലസ് ഓഫ് സിൻ എന്നായിരിക്കും ഈ 4 റെക്ടസ് മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി, അനലസ് ഓഫ് സിൻ. അനലസ് ഓഫ് സിന്നിന്റെ ഓർബിറ്റൽ ഫ്ലോർ ആയിരിക്കും ഇൻഫീരിയർ റെക്ടസ് മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഒറിജിനേറ്റ് from dash. We have options: maxillary bone, oculomotor nerve, body of sphenoid bone, and annulus of Zinn. Oblique muscles, 4 റെക്ടസ് മസിൽസും ഒറിജിൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു annulus of Zinn എന്നായിരിക്കും. അപ്പോൾ ആൻസർ ഡി എന്തായാലും അല്ല. ദെൻ ഓക്യുലോമോട്ടോർ നെർവ്. ഓക്യുലോമോട്ടോർ നെർവ് ഒരു നെർവ് ആയതുകൊണ്ട് അത് നെർവ് സപ്ലൈ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടുന്ന് മസിൽ ഒറിജിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് മാക്സിലറി ബോൺ ആൻഡ് ബോഡി ഓഫ് സ്ഫിനോയിഡ്. മാക്സിലറി ബോണിന് നിയർ ആയിട്ട് ഒറിജിൻ ചെയ്യുന്നത് ഇൻഫീരിയർ ഓബ്ലിക് മസിലാണ്. സോ അവർ ആൻസർ വിൽ ബി ബോഡി ഓഫ് സ്ഫിനോയിഡ് ബോൺ. അതായത് സുപ്പീരിയർ ഓബ്ലിക് മസിൽ ഒറിജിൻ ചെയ്യുന്നത് ബോഡി ഓഫ് സ്ഫിനോയിഡ് ബോൺ എന്നായിരിക്കും. Okay, then fourth question, when eye rotates towards the nose and down, which muscle is involved in this rotatory movement? Okay, അതായത് നമ്മളെ കണ്ണ് നോസിന്റെ സൈഡിലോട്ട്, അതായത് ഇൻവേർഡ് മൂവ്മെന്റ് ആണ്. ദെൻ ഡൗൺ, താഴോട്ടും. ഇൻവേർഡ് മൂവ്മെന്റ് പ്ലസ് താഴോട്ടും കൂടെയുള്ള മൂവ്മെന്റ്. അപ്പോൾ ഇൻവേർഡ് മൂവ്മെന്റ് ആവുമ്പോൾ ആരായിരിക്കും? ഇൻവേർഡ് മൂവ്മെന്റും താഴോട്ടുള്ള മൂവ്മെന്റും. അപ്പോ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇൻഫീരിയർ റെക്ടസ് മസിൽസ് ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ മസിൽസിന്റെയും പ്രൈമറി, സെക്കൻഡറി ആക്ഷൻസ് ആൻഡ് ടേഴ്ഷ്യറി ആക്ഷൻസ് നോക്കാം. സുപ്പീരിയർ ഒബ്ലിക് മസിൽ പ്രൈമറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റോർഷൻ. ആൻഡ് സെക്കൻഡറി ആക്ഷൻ depression, tertiary action abduction. Then superior rectus muscle, primary action elevation, secondary action intorsion, and tertiary action adduction. Then C, inferior oblique. Inferior oblique muscles and primary action extorsion, secondary action elevation, and tertiary action is abduction. Then final one, inferior rectus. അതായത് പ്രൈമറി ആക്ഷൻ ഡിപ്രഷൻ, സെക്കൻഡറി ആക്ഷൻ ഇസ് എക്സ്റ്റോർഷൻ ആൻഡ് ടേഴ്ഷ്യറി ആക്ഷൻ ഇസ് അഡക്ഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? റൊട്ടേറ്ററി മൂവ്മെന്റ് ആണ്. അപ്പോൾ റൊട്ടേറ്ററി മൂവ്മെന്റ് ചെയ്യുന്നത് ഒബ്ലിക് മസിൽസ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഒന്നുകിൽ സുപ്പീരിയർ ഒബ്ലിക് മസിൽ ആവാം, അല്ലെങ്കിൽ ഇൻഫീരിയർ ഒബ്ലിക് മസിൽ ആയിരിക്കാം. ദെൻ ടുവേർഡ്സ് ദ നോസ്, അപ്പോൾ ഇൻടോർഷൻ. ആൻഡ്
ഡിപ്രഷൻ. അപ്പോൾ ഇൻടോർഷനും ഡിപ്രഷനും വരുന്ന പ്രൈമറി ആക്ഷൻ ആയിട്ടും സെക്കൻഡറി ആക്ഷൻ ആയിട്ടും വരുന്ന മസിൽ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഒബ്ലിക് മസിൽ ആയിരിക്കും. സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ വിൽ ബി സുപ്പീരിയർ ഒബ്ലിക് മസിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മസിൽ വിച്ച് മൂവ്സ് ഐ ലാറ്ററലി അല്ലെങ്കിൽ ടെമ്പോറൽ സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന മസിൽ ഏതാണ്? ലാറ്ററൽ റെക്ടസ് മസിൽ. ലാറ്ററൽ റെക്ടസ് മസിലിന്റെ ഫംഗ്ഷൻ അഡക്ഷൻ ആണ്. ഓൺലി പ്രൈമറി ആക്ഷൻസ് for lateral rectus muscle and that will be abduction. Okay, so the answer will be option D. Then sixth question, which muscle elevates the eye, turns it laterally and innervated by third cranial nerve? Third cranial nerve supply ചെയ്യുന്ന എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഏതൊക്കെയാണ്? നമുക്ക് nerve സപ്ലൈ വരുന്നത് 3 cranial nerves എന്നാണ്. Oculomotor or third cranial nerve, trochlear or fourth cranial nerve, and finally abducent or sixth cranial nerve. അപ്പോൾ oculomotor സപ്ലൈ ചെയ്യുന്ന മസിൽസ് ആണ് മീഡിയൽ റെക്ടസ്, സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ് ആൻഡ് ഇൻഫീരിയർ ഒബ്ലിക്. അപ്പോൾ ഈ 4 ഇതില് നമ്മളെ ഓപ്ഷൻസിൽ ഇൻഫീരിയർ ഒബ്ലിക് സപ്ലൈ ചെയ്യുന്നത് തേർഡ് ക്രേനിയൽ നെർവ് ആണ്. സുപ്പീരിയർ റെക്ടസ് സപ്ലൈ ചെയ്യുന്നതും തേർഡ് ക്രേനിയൽ നെർവ് ആണ്. ഇൻഫീരിയർ റെക്ടസ് സപ്ലൈ ചെയ്യുന്നതും തേർഡ് ക്രേനിയൽ നെർവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് സുപ്പീരിയർ ഒബ്ലിക് മസിലിനെ കട്ട് ചെയ്യാം. ദെൻ ഈ 3 മസിൽസിനെ നോക്കിയാൽ മതി. ദെൻ അഗെയിൻ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ, വിച്ച് എലവേറ്റ്സ് ദ ഐ? ഐനെ എലവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ലാറ്ററലി ടേൺ ചെയ്യും. അതായത് അവിടെ അബ്ഡക്ഷൻ പ്ലസ് എലവേഷൻ ആണ് നടക്കുന്നത്. അബ്ഡക്ഷൻ പ്ലസ് എലവേഷൻ. ഈ പറഞ്ഞ മസിൽസിൽ ഇൻഫീരിയർ റെക്ടസ് മസിൽ അഡക്ടർ ആണ് ആൻഡ് സുപ്പീരിയർ റെക്ടസ് മസിലും അഡക്ടർ ആണ്. സോ ആൻസർ വിൽ ബി ഇൻഫീരിയർ ഒബ്ലിക്. ഇൻഫീരിയർ ഒബ്ലിക്കിന്റെ സെക്കൻഡറി ആക്ഷൻ ആണ് എലവേഷൻ, ടേർഷ്യറി ആക്ഷൻ ആണ് അബ്ഡക്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്? തേർഡ് ക്രേനിയൽ നെർവ് ഇന്നർവേറ്റ് ചെയ്യുന്ന മസിൽസിനെ മാത്രം സെലക്ട് ചെയ്തു. അങ്ങനെ സുപ്പീരിയർ ഒബ്ലിക്കിനെ എലിമിനേറ്റ് ചെയ്തു. ദെൻ ഇൻഫീരിയർ ഒബ്ലിക്, സുപ്പീരിയർ റെക്ടസ് ആൻഡ് ഇൻഫീരിയർ റെക്ടസ് മസിൽസിൽ അബ്ഡക്ഷൻ ടേൺസ് ഇറ്റ് ലാറ്ററലി, അതുകൊണ്ടാണ് അബ്ഡക്ഷൻ. അപ്പോൾ അബ്ഡക്ടേഴ്സ് ആയിട്ടുള്ളത് ആരൊക്കെയാന്ന് നോക്കി. റെക്ടസ് മസിൽസ് എല്ലാം എക്സെപ്റ്റ് ലാറ്ററൽ റെക്ടസ് അഡക്ടേഴ്സ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇൻഫീരിയർ ഒബ്ലിക് മസിൽ എന്നുള്ള ആൻസർ ഫൈൻഡ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഫോർ 6th question will be option A, that is inferior oblique. Then 7th question, what is the primary, secondary and tertiary actions of inferior rectus respectively? നമ്മൾ നേരത്തെ 6th questionൽ പറഞ്ഞു rectus muscles except lateral rectus muscle are adductors. സോ നമുക്കിവിടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കൺസിഡർ ചെയ്യാം. ദെൻ ഇൻഫീരിയർ റെക്ടസ്, അപ്പോൾ പ്രൈമറി ആക്ഷൻ ഡിപ്രഷൻ, അത് രണ്ടും ഓപ്ഷൻ ബിയിലും സിയിലും ഉണ്ട്. ദെൻ നമുക്ക് ഇൻടോർഷൻ ആണോ എക്സ്റ്റോർഷൻ ആണോ എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇൻഫീരിയർ റെക്ടസ് മസിൽ എക്സ്റ്റോർഷൻ ആണ് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ ആൻസർ വിൽ ബി സി. Okay, then last question, find the extrinsic muscle from below. എക്സ്ട്രിൻസിക് മസിൽ ഏതാന്ന് ചോദിക്കുന്നത്. അതായത് എക്സ്ട്രിൻസിക് മസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ മീഡിയൽ റെക്ടസ് ഓപ്ഷൻ എ മാത്രമാണ് അതിന്റെ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി 3 മസിൽസും എന്തൊക്കെയാ ഫംഗ്ഷൻ ചെയ്യുന്നത്? സ്ഫിങ്ക്ടർ മസിൽസ് പ്യൂപ്പിലറി കൺട്രാക്ഷൻ, ഡയലേറ്റർ മസിൽസ് പ്യൂപ്പിലറി dilatation, then cilia muscles relaxing and contraction of ciliary zonules. അപ്പോൾ അതിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് തന്ന ഓപ്ഷൻസിൽ മീഡിയൽ റെക്ടസ് മാത്രമായിരിക്കും. അപ്പോൾ ആൻസർ വിൽ ബി മീഡിയൽ റെക്ടസ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത 8 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രം പ്രൊഫഷൻ ലേണിംഗ്.